നമുക്കൊരു സൂപ്പർ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാൻഡ്വിച്ചാണ്. ഞാനിന്നിവിടെ ബീഫ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് റെയിൻബോ വെജിറ്റബിൾസ് ആയിട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ് ആൻഡ് ഓണിയൻസ് എടുത്തതിന് ശേഷം നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ് ഞാൻ ചെയ്തത് കട്ട്ലറ്റിന് നമ്മൾ ചെയ്യുന്നത് പോലെ എടുത്ത് അത് പുഴുങ്ങിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് മിക്സിയിൽ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബ്രൗൺ ബ്രെഡ് എടുക്കാം, വൈറ്റ് ബ്രെഡ് എടുക്കാം. അതല്ല ഇനിയും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ടൊർട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിലേക്ക് മയണൈസ് നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മയണൈസ് ആണ് അതിൻ്റെ ആത്മാവ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് മയണൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബീഫ് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ബീഫ് ഫില്ലിങ്ങിന് ശേഷം നമ്മുടെ റെയിൻബോ വെജിറ്റബിൾസ് നമ്മുടെ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. വലിയ അരോചകം തോന്നാത്തതാണ് ഈ റെയിൻബോ വെജിറ്റബിൾസ്. അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. ആ ടൊമാറ്റോ കെച്ചപ്പും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് സാൻഡ്വിച്ചിൻ്റെ ആ ഒരു പൂർണ്ണ ടേസ്റ്റിലേക്ക് നമുക്ക് എത്തും. നിങ്ങൾക്കത് കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്ലേറ്റിങ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് പ്ലേറ്റിങ് ഒരു സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് 2 പോർഷൻ കിട്ടും. ആ ബീഫ് സാൻഡ്വിച്ചിൻ്റെ നിങ്ങൾക്ക് ഉള്ളിൽ കാണുമ്പോൾ അറിയാം, ഫില്ലിങ് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.